മുനികുമാരൻ പോയില്ലായിരുന്നു സാറേ? ഇതെന്റെ വണ്ടിയാ. കുറെ നേരം കൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത് സാറേ. എന്നെ അങ്ങ് പറഞ്ഞു വിടും സാറേ. ഞാനങ്ങ് പോയിട്ട് സാറേ. നീ പെറ്റിയടച്ചിട്ട് പോടാ. എന്ത് പരിപാടിയാന്ന് നോക്കിയ സാറേ? ഇരുചക്ര വാങ്ങണം മാത്രം പിടിക്കാതെ ഈ ആട്ടോഷൊക്കെ പിടിക്കാൻ താർന്ന് അവർക്കാണെങ്കിൽ സീറ്റ് ബെൽറ്റും ഇല്ല, ഹെൽമറ്റും ഇല്ല. അവർക്ക് ബാധമൊന്നും അല്ലേ? എടാ പൊട്ടക്കുണാപ്പാ, എടാ ഓട്ടോറിക്ഷ 3 വീലർ അല്ലേ? അവരെന്തിനാണ് സീറ്റ് ബെൽറ്റ് ഇടുന്നത്? അവരെന്താണ് ഹെൽമെറ്റ് ഇടുന്നത്? അത് 3 വീലറാണ്, മനസ്സിലായോ? എന്നാ പിന്നെ എന്റെ വണ്ടിയും 3 വീലറാ. എന്റെ വണ്ടിക്ക് 3 വീലുണ്ട്. നിന്റെ വണ്ടിക്ക് എവിടെയാ 3 വീല്? ഇതാ കണ്ടില്ലേ, മഞ്ചറടിക്കാൻ പോകുന്ന വഴിക്ക്. കണ്ടില്ലേ അവന്റെ 3 വീലർ അറിഞ്ഞോണ്ടോ? പോലീസുകാരെ വിളച്ചു പിടിക്കുന്നു. മറി ഇപ്പഴേ വേണ്ട, അവര് 10,000 രൂപ പെറ്റി അടച്ചിട്ട് വിട്ടാൽ മതി. ശരി സാർ, കേട്ടോ? മറി നിങ്ങൾക്ക് നാണമില്ലേ? എന്തിനാണ് യൂണിഫോം ഇട്ടുകൊണ്ടിരിക്കുന്നത്? ഞാൻ എന്തിനാണ് യൂണിഫോം ഇട്ടോണ്ട് നിൽക്കുന്നത്? പിന്നെ ഞാൻ ഷഡ്ഡിയും മെനീനും ഇട്ടോണ്ട് നിൽക്കണോ? അവിടെ ഡിപ്പാർട്ട്മെന്റ് എനിക്ക് യൂണിഫോം യൂണിഫോം ഇട്ടോട്ട് ജോലി ചെയ്യാനാണ്, മനസ്സിലായടാ? ഞാൻ പറയടാ, എന്താണ് അതിന്റെ പ്രശ്നം? നിനക്ക് എന്താ കുഴപ്പം? ഈ ഡ്രൈവിംഗ് അറിയാത്ത ആൾക്കാർക്ക് എന്തിനാണ് ലൈസൻസ് കൊടുക്കുന്നത്? ലൈസൻസ് കൊടുക്കുന്നത് ഞാനാണോ? അത് MBD അല്ലേ? വെഹിക്കിൾ ഇൻസ്പെക്ടർ അല്ലേ ലൈസൻസ് കൊടുക്കുന്നത്? അതിനോട് ചോദിക്കേണ്ട കാര്യം എന്താണ്? അല്ല, ഞാനിങ്ങോട്ട് ബൈക്ക് വന്നപ്പോൾ ഒരു പെണ്ണുമ്പിള്ളനെ വന്ന് വണ്ടി ഇടിച്ചിട്ട് പോയെന്ന്. അതിന്റെ അപശിഷ്ടമാണിത്. എന്നിട്ട് ആ പെണ്ണുമ്പിള്ള എന്തേ? പെണ്ണുമ്പിള്ള പോയി, അവളെയൊക്കെ ശിക്ഷ കൊടുക്കണം. അത് ശിക്ഷ കൊടുക്കാം, പക്ഷെ ആ പെണ്ണിനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. കണ്ടാ എനിക്ക് തിരിച്ചറിയാം. എനിക്ക് തിരിച്ചറിയാം. അവിടെ അടയാളം എന്തോന്ന് പറയാം, അടയാളം ഒന്ന് ചോദിച്ചായിരുന്നു. അവള് ഒരു കറുത്ത ജീൻസ് ആയിട്ടിരുന്നേ. കറുത്ത ജീൻസ്. ജീൻസിന്റെ ബാക്കിലത്തെ പോക്കറ്റിൽ മൊബൈൽ കിടപ്പുണ്ടായിരുന്നു. മൊബൈൽ ഉണ്ടായിരുന്നു. കാലിൽ വെള്ളിക്കൊലുസ്. പിന്നെ കാതിൽ കമ്മലുണ്ടായിരുന്നു. പിന്നെ ചുവന്ന ടീഷർട്ടാണ് ഇട്ടിരുന്നത്. ചുവന്ന ടീഷർട്ട്. ടീഷർട്ടിന്റെയും ഈ ജീൻസിന്റെ ഇടയ്ക്ക് അവിടെ ശകലം ശരീരം കാണാമായിരുന്നു. അവിടെ നിമ്മീന്ന് ടാറ്റു അടിച്ചിട്ടുണ്ട്. ആ പെണ്ണിന്റെ കുഴപ്പമല്ല, കണ്ട പെണ്ണുങ്ങളുടെ കുണ്ടി നോക്കി വണ്ടി കേട്ടോ. സാറേ, 2 പെണ്ണുങ്ങൾ ഹെൽമെറ്റ് വെക്കാതെ വരുന്നുണ്ട് കേട്ടാ. ഞങ്ങൾ പോയിക്കോട്ടെ സാറേ. അയ്യോ പോണ്ടതോ, SI സാർ അവിടെ പോട്ടെ. എന്തേലും പറയണ്ട. സാറേ ബുക്കും പേപ്പറും ഒന്നും ഇല്ല സാറേ ഞങ്ങളുടെ കയ്യിൽ. പറയണ്ട, ഭയങ്കര കർക്കശക്കാരൻ. അങ്ങോട്ട് പേപ്പറെല്ലാം കൊണ്ടുവരുമ്പോ ആ ബുക്കും പേപ്പറും ബുക്കും പേപ്പറൊക്കെ എടുക്കാം സാറേ. ഡോക്യുമെന്റ്സ് എടു. നീ പറഞ്ഞ സത്യമാണല്ലേ? വണ്ടിയുടെ നമ്പർ എത്രയാണല്ലോ? വണ്ടിയുടെ നമ്പർ എത്രയാണ് സാറേ? KL 01 2216. 2216. സാറേ ഒരു കാര്യം പറഞ്ഞോട്ടെ? പറഞ്ഞു. സാറൊന്ന് അങ്ങോട്ടൊന്ന് ശരിയാവോ? ഞാനെത്തിനാണ് അങ്ങോട്ട് ഇരുന്നു. അല്ല സാറേ, എന്റെ തലയൊന്ന് ഇങ്ങനെ ഒന്ന് ആക്കാവോന്ന്? അങ്ങോട്ട്. സാർ ഒന്ന് ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞേക്കാവോ? അല്ല സാർ ഇങ്ങോട്ട്, ഇപ്പുറത്തേക്ക്. സാർ ഇങ്ങോട്ട് നിന്ന് എന്റെ ഒന്ന് നേരെ നിന്നേ സാറ്. എന്റെ നേരെ ഒന്ന് നിന്നേ. എന്നിട്ട് സാർ അങ്ങോട്ടൊന്ന് തലയൊന്ന് ചരിച്ചേ. ഇങ്ങോട്ട് ഒന്ന് ചരിച്ചേ. എന്തിനാണിത്? ചരിക്കൊന്ന് പറയട്ടെ. എന്റെ പൊന്നേ, കറക്റ്റ്. നീ പറഞ്ഞ തെറ്റാ. എന്താണ്? ഇങ്ങോട്ട് ചരിഞ്ഞപ്പോഴല്ലേ കറക്റ്റ്? അപ്പുറത്താണ്. ഇങ്ങോട്ട് ചരിഞ്ഞപ്പോഴാ ഞാൻ പറഞ്ഞ ആളാ. ഞാൻ പറഞ്ഞ ആള് അപ്പുറത്തെ സൈഡല്ല. അല്ല അല്ല, ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴാ. നീ ആരേ പറയണ? ഞാൻ പറഞ്ഞതാട്ടോ ശരി. എന്ത് സംഭവം എന്താണ് സാറേ? ഞങ്ങൾ അവിടെ നിന്ന് സാറിനെ നോക്കിയപ്പോ ഇവള് പറയാണേ സാറിന്റെ ഈ സൈഡ് കാണുമ്പോഴത്തേക്ക് പൃഥ്വിരാജിനെ പോലെ ഇരിക്കുവാണ്. സൈഡുണ്ട്. ഈ സൈഡിൽ ഉണ്ട് ചെറുതായിട്ട്. പക്ഷെ എനിക്ക് തോന്നിയെന്നറിയാം, സാറ് ഇങ്ങോട്ട് ചരിയുമ്പോ ദുൽഖറിനെ പോലെ ഇരിക്കുന്നു. സത്യം, ദുൽഖറാണ്. പൃഥ്വിരാജാണ് ഞാൻ പറഞ്ഞത്. അല്ല സാറേ, ഈ സൈഡില് ദുൽഖറാണ്. പക്ഷെ രണ്ടുപേരുടെ കൂടെ ഇങ്ങനെ ഒരു. അല്ല സാറേ, സാർ ഇതുവരെ ഫിലിമിലൊന്നും ട്രൈ ചെയ്തില്ലേ? എന്തിന്? ഞാൻ അതിന് ശ്രമിച്ചിട്ട് എനിക്ക് ജോലി ഉണ്ടല്ലോ, എനിക്ക് ഗവൺമെന്റ് ജോലി ഉണ്ടല്ലോ. അതെ, ഒരു കണക്കിന് അത് നന്നായി. അവരുടെ കഞ്ഞൂടി അവർക്ക് ഗവൺമെന്റ് ജോലി ഇല്ലല്ലോ. എന്തെങ്കിലും ഒരു കൊറോണ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ പെട്ടുപോകും. എനിക്ക് സർക്കാർ ജോലികളോട് ഞാൻ പിടിച്ചു നിൽക്കുന്നു. എന്നിട്ട് എന്റെ പെണ്ണുമ്പോൾ എത്ര നാളായിട്ട് ഇത് പറഞ്ഞില്ലല്ലോ. ഞങ്ങളെ സാറേ ഒരു കട വരെ വന്നതാണ്. പെട്ടെന്ന് ഇറങ്ങിയതുകൊണ്ട് ഞങ്ങൾ ഹെൽമെറ്റ് എടുക്കാനായിട്ട് മറന്നുപോയി. അത് കുഴപ്പമില്ല, ഇവിടെ അടുത്ത് വരെ വന്നല്ലേ, കുഴപ്പമില്ല. പിന്നെ സാറ് ചോദിക്കാൻ ബുക്കും പേപ്പറും വേണോന്ന് താൻ ചോദിച്ചോടോ? ഇവിടെ തൊട്ടടുത്ത് വരെ വന്നല്ലേ അവര്. അപ്പൊ ഞങ്ങൾ അതും എടുത്തിട്ടില്ല. അതും എടുത്തില്ലയോ? ഒരു ബുക്കും പേപ്പറിലും ഒക്കെ എന്തിരിക്കുന്നു. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ശരി സാർ. ഒരു മിനിറ്റ് ഒന്ന് വരും. KL01 26 2. വണ്ടി ആരുടെ പേരിലായിരുന്നു? വണ്ടി എന്റെ പേരിലാണ്. പേരെന്താ?
സൗമ്യ. സൗമ്യ. ഒരു 5000 രൂപ പെറ്റി അടച്ചിട്ട് പോയാൽ മതി കേട്ടോ. ഹെൽമറ്റ് ഇല്ലായിരുന്നു, ബുക്കും പേപ്പറും എടുത്തില്ല. അല്ല സാർ, ഞങ്ങളെ അപ്പുറത്തൊരു കട വരെ ദുൽഖർ സാറ് അത് കുഴപ്പമില്ല. നിങ്ങൾ എന്നെ ഒന്ന് ധൃതങ്ക പുളങ്കിതനാക്കി, ഞാൻ തിരിച്ച് നിങ്ങളെയും ഒന്ന് ധൃതങ്ക പുളകിതകളാക്കി. അത്രേ ഉള്ളൂ. വേറെ ഇതിനപ്പുറം ഞാൻ ഒന്നും കാണുന്നില്ല. ഇതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. 1000 കുറക്കാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ദുൽഖറാന്ന്. പൃഥ്വിരാജ് ഈ സൈഡ്, ദുൽഖർ ഈ സൈഡ് പൃഥ്വിരാജ്. 5000 രൂപ ഞാൻ അതാ കയറ്റിക്കൊള്ളിച്ചത്. 1000 രൂപ തീരേണ്ട കേസായിരുന്നു. എന്ത് സാറേ വിളിച്ചേ? അല്ല, മക്കൾക്കും പിള്ളേർക്കും ഒക്കെ സുഖമാണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചാണ്. മക്കളൊക്കെ സുഖമായിരിക്കുന്നു. സാറിന്റെ അവിടെ? എനിക്ക് സുഖമാണ്. എന്റെ ഹെൽമെറ്റ് എവിടെ? വീട്ടിൽ അലമാരി വെച്ചിരിക്കുക. അത് ശരി, വീട്ടിൽ അലമാരി വെച്ചേക്കാ. ഇറങ്ങി വാ, രണ്ടു ഇറങ്ങി വാ. ഇറങ്ങി ഹെൽമെറ്റ് ഇല്ലാതെ എങ്ങോട്ട് പോകുന്നു രണ്ടൂടെ? നീ രാവിലെ കള്ളു കുടിച്ചിട്ടുണ്ടോ? ഇല്ല സാറേ. സത്യം വേണ്ട, കള്ളു കുടിച്ചിട്ടുണ്ടോ? രാവിലെ ഒക്കെ 10 മണിക്ക് ആര് സാറേ കള്ളു കുടിക്കണേ? കള്ളു കുടിച്ചിട്ടില്ല? ഇല്ല. അതൊന്നും വേണ്ട സാറേ. ഊതടാ, ഇങ്ങോട്ട് നീ ഊത്. എന്നെ ഊതാനല്ല പറഞ്ഞത്, ഇതിനകത്തോട്ട് ഊതാനാ പറഞ്ഞത്. ഊതിക്കെ. എന്റെ കർണവടം പൊട്ടുന്ന പോലെ വിസിലടിക്കുന്നത്. ഈ രാവിലെ നീ കള്ളു കുടിച്ച, നീ കള്ളം പറയടാ. ഊതിടാ, ഊതിക്കെ. രണ്ടൊന്ന് പിടിച്ചോ. എന്നെ പോലീസുകാർ കുഞ്ഞുങ്ങൾ കള്ളു കുടിച്ചിട്ട് കള്ളം പറയണോ? എവിടെ കള്ളു കുടിച്ചിട്ട് രാവിലെ? കല്യാണത്തിന് പോകണം സാർ. കല്യാണത്തിന് പോകുന്നു. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേരുടെ എല്ലാ ഒരു സ്വഭാവമാണ്. കല്യാണത്തിന് പോകുമ്പോ 2 എണ്ണം അടിച്ചിട്ട് പോകണം, എന്നാലേ ഉണ്ണാനൊരു ഉഷാറ് കിട്ടുന്നുള്ളൂ. നീ ഒന്നും കല്യാണത്തിന് പോകണ്ട. ഞാൻ ചെല്ലാതെ കല്യാണം നടക്കില്ല സാറേ. നീ അല്ലാതെ കല്യാണം നടക്കത്തില്ല. നീ കല്യാണ ചെറുക്കനാണ്. എടാ, കല്യാണ ദിവസം നീ എന്തിനാ നീ കള്ളു കുടിച്ചത്? താലി കെട്ടാൻ നേരത്ത് കൈ വിറക്കാതിരിക്കാൻ വേണ്ടി 2 എണ്ണം അടിക്കണമെന്ന് പറഞ്ഞു. താലി കെട്ടാൻ നേരം കൈ വിറക്കാതിരിക്കാൻ കള്ളു കുടിച്ചാൽ മതി എന്ന് ആരാടാ നിന്നോട് പറഞ്ഞത്? എന്റെ മാമൻ പറഞ്ഞു. മാമനല്ല, കൂമന. നീയാണോ ചെറുക്കനെ വെടിവെച്ച? എടാ, അവൻ കല്യാണത്തിന് കൈ വിറക്കാതിരിക്കാൻ 2 എണ്ണം അടിച്ചു. അത് വേണേ മനസ്സിലാക്കാം. നീ എന്തിനാണ് കള്ളു കുടിച്ചത്? അല്ല സാറേ, ഞാനാണല്ലോ താലി എടുത്ത് കൊടുക്കണേ. അപ്പൊ എന്റെ കൈ വിറക്കാതിരിക്കാൻ വേണ്ടി ഞാൻ വിളച്ച് പറയുന്നു എടുക്കുന്നു. ഒറ്റ ഒരുത്തനും കല്യാണത്തിന് പോകത്തില്ല. 3000 രൂപ അടച്ചിട്ട് പോയാൽ മതി. സാർ അങ്ങനെ പറയല്ലേ സാർ. 3000 രൂപ പെറ്റി അടച്ചിട്ട് പോയാൽ മതി. നിന്റെ പേരെന്താ? എന്റെ പേര് രാജൻ സാർ. രാജൻ? നീ എന്നാ ചെയ്യുന്നേ? ഞാൻ തടിമില്ലാണ് സാർ. തടിമില്ലിലാണെങ്കിലും ഇത്രയും വയസ്സുണ്ടെന്ന് കാണിച്ചിട്ടുണ്ടോ? നീ യോയോ ആണോടാ? നീ യോയോ ആണോ? അയ്യോ, അത് യോയോ കാണിച്ചല്ല സാറേ. പിന്നെ തടിമില്ല് തടി ഇറക്കുന്നതിനിടയ്ക്ക് മിഷനിലായി പോയി 2 വിരലാറ്റി പോയി. ഇത്രേ ഉള്ളൂ. അതാണ്. അതാണല്ലേ. 3000 രൂപ പെറ്റി അടച്ചിട്ട് പോയാൽ മതി. സാറേ ഇല്ല സാറേ. ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലോട്ട് വിളിച്ചു പറ. ആരെങ്കിലും കൊണ്ടൊന്ന് പൈസ അടച്ചിട്ട് ഇവന്റെ കല്യാണം നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ കല്യാണം നടക്കത്തില്ല. വിളിച്ചു പറഞ്ഞേ. നീ വിളി. എന്നോടെ കാണിക്കുന്നത് ലോക്കലിക്കുവാ. പിന്നെ സ്വിസ് ബാങ്കിലെ ലോക്കലിൽ നീ ഇട്ടേക്കുന്നത്. തല സുരക്ഷിതമായിട്ട് കൊണ്ടു നടക്കാൻ ഒരു ഹെൽമെറ്റ് വെക്കാൻ അവന് വയ്യായിരുന്നു. പക്ഷെ അവന്റെ ഫോൺ സംരക്ഷിക്കാൻ വേണ്ടി എന്നാ ലോക്കാടാ നീ ഇട്ടേക്കുന്നത്? ഞാൻ സാറേ. അഴിഞ്ഞ. ഹലോ. മോനെ നീ എവിടെയാടാ? ചേച്ചിയായിരുന്നാ? നിന്റെ അമ്മയുടെ കയ്യിലാണ് ഫോൺ ഇരിക്കുന്നത്. അവ എവിടെ പോയി? ഷിബുവിനെ കൊടുക്കാൻ പറ. ചേച്ചി, ഞാനാണ് രായൻ. പിന്നെ ഷിബു എവിടെ പോയി? ഫോൺ എന്റെ തന്നിട്ട് അവ ഇങ്ങോട്ടൊക്കെ ഇറങ്ങിപ്പോയി. നിങ്ങളിത് എവിടെ പോയിരിക്കുവാ? മുഹൂർത്തത്തിന് സമയമായല്ലോ. അതെ, നമ്മളിതാ വരുന്നത്. നമ്മളെ ഒരു അമ്പലത്തില് തൊഴാൻ വേണ്ടി ഇറങ്ങിയതാണ്. എടാ മോനെന്തിയേ? അവൻ തൊഴുതോണ്ട് നിൽക്കുകയാണ് കുറെ നേരമായിട്ട്. രസീതോട്. അതെന്താടാ ഒരു രസീതിന്റെ കാര്യം പറയുന്നത്? അതെ, പിന്നെ നമ്മൾ അമ്പലത്തിൽ നിൽക്കുകയാണല്ലോ, രസീത് കിട്ടി. ഇനി പൂജയും കൂടെ കഴിഞ്ഞേ വിടുള്ളൂന്നാണ് സാറ്, അല്ല പിന്നെ പോറ്റി പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുള്ളൂ. ഇവനിത് കേടാക്കി തൂക്കിയെടുത്ത് വണ്ടിയിലിട്ട്. തൂക്കുന്ന കാര്യം എന്തോടാ? അതെ, ഇന്ന് മിക്കവാറും ശയന പ്രദക്ഷിണം മാത്രമല്ല, ഇന്ന് ഗരുഡൻ തൂക്കവും കാണുമെന്നാണ് തോന്നുന്നത്. അതും കൂടെ കഴിഞ്ഞിട്ടേ ചെറുക്കനെ വിടുള്ളൂ. സാറേ, ഞാൻ ഫോണിൽ കണ്ടില്ല സാറേ. സത്യമായിട്ട് കണ്ടില്ല. സാറേ, എന്റെ കല്യാണം പോകും. എന്റെ കല്യാണം മുടങ്ങുന്നത്. എടാ, അവിടെ എന്തോ ഒരു ശബ്ദം കേട്ടത്. ശബ്ദം നമ്മളെ അമ്പലത്തിൽ നിൽക്കല്ലേ, അവനെ ഒരു വെടി വഴിപാടിന് പറഞ്ഞിരുന്നു. അത് വെടി വഴിപാടിന്റെ ശബ്ദമാണ് അവിടെ കേട്ടത്. അല്ലാതെ വേറെ വിഷയമൊന്നുമില്ല. ഞാനിവിടെ ഇത്രയും തീ നിന്നും ഇവിടെ ഉരുകി നിൽക്കുമ്പോ നീ ഫോണിൽ കൂടെ എന്താടാ? അത് ഞാൻ ദേവിയെ വിളിച്ചതാണ്. കാര്യം എന്റെ വഴിപാട് ഇപ്പോഴാണ് നടന്നത്. യഥാർത്ഥത്തിൽ പൊട്ടൂലായിരുന്നു. ഞാനായിട്ട് ഇത് ചോദിച്ച് വാങ്ങിച്ച് പൊട്ടിച്ചതാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, ഷിബു എവിടെ? ഷിബു വരുമ്പോ ഒന്ന് വിളിക്കാൻ പറ.
കേട്ടാ ഓ അതെന്താടാ? അവൻ വന്നാലേ ഈ കല്യാണം നടക്കുള്ളൂ. നിങ്ങൾ വച്ചിട്ട് പോയി മാടി വാങ്ങിച്ചു തരാൻ വേണ്ടി. സാറേ എല്ലാരും കല്യാണ വീട്ടിൽ തിരക്കായിട്ട് നിൽക്കുകയാണ് സാറേ. പിന്നെ കൊണ്ട് അടയ്ക്കാം സാറേ. പിന്നൊന്നും വേണ്ട, അവരെപ്പ കാശ് കൊണ്ടുവരുന്നു അപ്പൊ ഇവന്റെ കല്യാണം. മാമ എന്റെ കല്യാണം പോയി മാമ. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യട്ടത്? മാറിയിരിക്കണം അങ്ങോട്ട്, കാശ് തന്നിട്ട് പോയാൽ മതി, പെറ്റി അടച്ചിട്ട് പോയാൽ മതി, മനസ്സിലായോ? അവിടെ മാറിയിരിക്ക. ഇറങ്ങി ഇറങ്ങി എല്ലാം എടുത്തു, എല്ലാം എടുത്തു. സാറേ എൻ്റെ RC ബുക്ക്, ഇൻഷുറൻസ്, ലൈസൻസ്, പൊല്യൂഷൻ എല്ലാം ഓക്കെ സാർ. എല്ലാം ഉണ്ട്, കാണോ സാർ? എല്ലാം ഓക്കെ, എല്ലാം ഓക്കെ സാർ. നോക്കിയിടും. ലൈസൻസ് സാറേ. ഓ കുഴപ്പമില്ല സാറേ, എല്ലാം പേപ്പറെല്ലാം ഓക്കെയാണോ? പേപ്പറെല്ലാം ഓക്കെ. പൊല്യൂഷൻ, ഇൻഷുറൻസ് എല്ലാം ഉണ്ട് സാർ, എല്ലാം ഉണ്ട്. ഓക്കെ. അത് ശരി, എല്ലാം മിടുക്കനാണല്ലോ നീ. എന്നാ പിന്നെ പോകാൻ പറ്റട്ടെ. എന്താ സാർ? ആൾട്ടർ ചെയ്തിട്ടുണ്ട് കേട്ടോ വണ്ടി. അയ്യോ ആണോ? ആൾട്രേഷൻ ചെയ്തിട്ടുണ്ട്. ഇല്ല, ഞാൻ എൻ്റെ വണ്ടി ഓൾട്ടർനേഷൻ ചെയ്തു. ആൾട്രേഷൻ ചെയ്യില്ലയോ? പിന്നെ എന്തുവാണ് കാണിച്ചു വെച്ചേക്കുന്നത്? എന്താ കാണിച്ചു വെച്ചേക്കുന്നത്? സാറേ അത് ഞാൻ രാവിലെ അമ്പലത്തിൽ പോയപ്പോ പ്രസാദം കിട്ടിയത് അവിടെ അങ്ങ് തൂത്തതാണ്. പ്രസാദം കിട്ടുന്നത് നെറ്റി തൊടാനാണ്, അല്ലാതെ വണ്ടിയെ തൂക്കാനല്ല. മനസ്സിലായോ? അതിന്റെ പേരാണ് ആൾട്രേഷൻ. ഇൻഡിക്കേറ്റർ എന്നിട്ട് ഓക്കെയാണ് സാർ, ഒരു കുഴപ്പമില്ല. ഇൻഡിക്കേറ്റർ ഇടാ, നീ ഇൻഡിക്കേറ്റർ ഇട്ടോ, ഇൻഡിക്കേറ്റർ ഇട്ടോ. ഇട്ടു. എന്നിട്ട് എന്താ കത്താത്ത എന്താണ്? അയ്യോ സാർ, ഇത്ര നേരം വരെ കത്തിക്കൊണ്ടിരുന്ന. ഇത്ര നേരം കത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് കത്തുന്നുണ്ടോ? ഇല്ല. ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നില്ല. ആൾട്രേഷൻ ഫൈനാണ്. 10,000 രൂപ പറ്റിയത്. 10,000 രൂപ. 10,000 രൂപ ആൾട്രേഷന് കൂടുതലാ. തോന്നിവാസം കാണിച്ചു നടക്കാനല്ലോ ഞങ്ങൾ ഇവിടെ എത്തിയത്. സാർ ഇത് എന്താ പറയുന്നത്? ഇതൊക്കെ എങ്ങനെ ആൾട്ടർനേഷൻ ആണ് സാർ? ഇത് പെറ്റി അടച്ചിട്ട് പോയാൽ മതി. രാവിലെ തലവേദന കേസാണല്ലോ ഇത്. ഒരു ചായ വാങ്ങിക്കട്ടെ സാറേ? ചായ വാങ്ങിക്കണ്ട, ഞാൻ എന്റെ വീട് അടുത്തല്ലേ, ഞാൻ എന്റെ വണ്ടിയുണ്ട്, ഞാൻ വണ്ടി പോയിട്ട് വരാം. സാർ എന്റെ വണ്ടിയുടെ കാര്യം എങ്ങനെ സാർ? നീ പെറ്റി അടച്ചിട്ട് പോയാൽ മതി. സാറേ എന്റെ വണ്ടി എടുത്തോളൂ. സാറേ എന്റെ വണ്ടിയും കൂടെ. എടാ ഇവന്റെ വണ്ടിയുടെ കേസ് എന്താ? അത് നിന്റെ വണ്ടി ഇവിടെ മാറിയോ? കേട്ടാ, അപ്പൊ അത് ഒരു കാര്യം അമ്മമാരെ കറക്റ്റ് ആക്കിയിട്ട് വിട്ടേച്ചാൽ മതി. ശരി സാർ. സാറേ അതെന്ത് വണ്ടിയാ സാറേ? ഇത്ര നല്ല വണ്ടിക്ക് ഈ കുറ്റം മുഴുവൻ പറഞ്ഞിട്ട് ആ സാറ് പോയ വണ്ടി കണ്ട അത് വണ്ടി എന്ന് പറയും അതിനാരേലും. ഇതാ പറയുന്നത് കാർന്നോമാർക്ക് അടുപ്പിലും